മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്താൽ അത് ശിർക്കാണ്. അത് യഥാർത്ഥ തൗഹീദിന് വിരുദ്ധമാണ്. സൃഷ്ടികളെ വിളിച്ച് സഹായം തേടിയാൽ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയ്ക്ക് എതിരാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റവും കേൾപ്പും പണ്ഡിതന്മാർക്കുണ്ടാകും. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തിന്റെ സമയത്ത് ഈ ലോകത്തു നിന്നും പിരിയാൻ നേരത്ത് മകൻ യഹ്യ ഔസിന ഞങ്ങൾക്ക് വസിയത്ത് ചെയ്യണം, ഞങ്ങൾക്ക് അതിപ്രധാനമായ ഉപദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ തവക്കൽ അലല്ലാഹ്, മകനെയും പരിസരത്തിരുന്ന് ഉപദേശിക്കുകയാണ്, അള്ളാഹുവിൽ മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിക്കണം. നീ മുഴുവൻ പ്രശ്നങ്ങളും അള്ളാഹു ഏൽപ്പിക്കണം മകനെ. ഇസ്ലാമില്ല, നീ സഹായം തേടുന്ന അള്ളാഹുവോട് മാത്രമേ ആകാവൂ. അള്ളാഹുവിനോട് സഹായം തേടണം, സൃഷ്ടിയോട് സഹായം തേടുന്നത്. നിന്നെ രക്ഷിക്കാനും സഹായിക്കാനും നിന്റെ കാര്യങ്ങൾ നോക്കാനും അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അള്ളാഹുവോട് സഹായം ചെയ്തു എന്ന് തുടങ്ങിയ തൗഹീദിന്റെ ഉപദേശങ്ങൾ നൽകിയ മഹാനായ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരെ പറ്റിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ 1000 പ്രാവശ്യം പഠിച്ചാൽ ദ്രുതഗതിയിൽ അദ്ദേഹം ഹാജറാവുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്നുള്ള പ്രചരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ലേബലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു.